ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ളൊരു ഡേറ്റ അവിടെ ഇല്ല. ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. വളരെ കുറവുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമ്മുടെ നാടിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇൻഫ്ലേഷൻ കുറവാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ സാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന സാധാരണ ഗുഡ്സ് ആൻഡ് ഗ്രോസറീസ് ആൻഡ് എവറിത്തിങ്, മോസ്റ്റ് ഓഫ് എവറിത്തിങ് ഒരു 20% വെജിറ്റബിൾസിൻ്റെ പ്രൈസ് ആണെങ്കിലും റൈസിൻ്റെ പ്രൈസ് ആണെങ്കിലും ഒക്കെ വളരെ വളരെ കൂടിയിട്ടുണ്ട്. ഇറ്റ് വിൽ ബി അറൗണ്ട് ഒരു 30-40% ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അത് ഇൻഫ്ലേഷൻ കാരണമല്ലേ എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ ഡയറക്റ്റ്ലി ഉണ്ട്. എന്നാലും ഗവൺമെൻറ് പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ടു ലോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മുടെ ആസ് എ ബഡ്ജറ്റ് മേക്കർ അവിടെ നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഗ്രോസറീസിൻ്റെ ആണെങ്കിലോ സ്റ്റേഷനറി ഗുഡ്സിൻ്റെ ആണെങ്കിലോ മറ്റു പല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് പോലുള്ള എന്ത് സാധനങ്ങളുടെ ആണെങ്കിലും പ്രൈസിൽ അത്യാവശ്യം ഒരു 20-30% ഹൈക്ക് വന്നിട്ടുണ്ട്. സോ അതെവിടെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. അതൊരു ഫാക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എക്കണോമിക് ഡേറ്റയ്ക്കകത്ത് ഇതൊന്നും കാണിക്കുന്നുമില്ല. ഫൈൻ, ഡേറ്റ പറയുന്നത് ഇൻഫ്ലേഷൻ ഈസ് ടു ലോ എന്നുള്ളതാണ്. GDP ഹൈയും ഇൻഫ്ലേഷൻ ടു ലോയും ആണ്. അപ്പോൾ ആക്ച്വലി പ്രൈസിൻ്റെയൊക്കെ വില കുറച്ച് നോർമൽ ആവണം, കുറച്ച് കുറയേണ്ടതാണ്. കാണുന്നില്ല ഇതിന് ഘടകവിരുദ്ധമായി കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അവിടെ സംഭവം. ഓക്കെ, നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. മാർക്കറ്റ് ക്ലോസ് ചെയ്ത ലെവലിൽ നിന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയും ബാക്കി ഡേറ്റാസും ഒക്കെ ഒന്ന് ലോ ആയിട്ടാണ് വരുന്നത് കണ്ടത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ് ഡൗൺ, ഫ്ലാറ്റ് ഓർ ഗ്യാപ് ഡൗണിലുള്ള ഒരു ഓപ്പണിങ്ങിനാണ് സാധ്യത കാണിക്കുക. ഇത് ലാസ്റ്റ് ദിവസം ഒരു ട്രേഡ് ഗ്രൂപ്പിനുള്ളിൽ ഷെയർ ചെയ്തിരുന്നതാണ്. സെൻസെക്സിനകത്ത് പെട്ടെന്നൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡ് പറഞ്ഞിരുന്നു ഒരു 440 എബവ് ഓർ 444 എബവ് ഓർ മാക്സിമം 464 എബവ് ഒരു ട്രേഡ് പറഞ്ഞിരുന്നു. 500 കിട്ടിയാൽ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ കാൽക്കുലേഷൻ. 498 സംതിങ് വന്നു. ഞാൻ 488 ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. ചിലപ്പോൾ അത് 540 മേളിൽ കയറി പോയേനെ. പക്ഷെ മാർക്കറ്റ് വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്ത് താഴേക്ക് വന്നു. അങ്ങനെ ഒരു വലിയൊരു ബ്രേക്ക് ഔട്ടിൻ്റെ ഡേറ്റ എനിക്കും ഫീൽ ചെയ്തില്ല. അത് കാരണമാണ് ഞാനും പേഴ്സണലി അതിനെ ഒഴിവാക്കിയത്. 488 ഫസ്റ്റ് ഒഴിവാക്കി, അടുത്തത് കയറാണ്ട് നിൽക്കുന്ന കണ്ട് തിരിച്ചു വന്നപ്പോൾ ബാക്കി ക്വാണ്ടിറ്റിയും 487 തന്നെ ഒഴിവാക്കി അതിനെ വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലോലി നിഫ്റ്റി കയറാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന വീണ്ടും ഈ ബോക്സിൽ തൊട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക. വീണ്ടും എന്ത് സംഭവിച്ചു? കഷ്ടപ്പെട്ട് ഇവിടെ ഒട്ടും പവർഫുൾ അല്ല അല്ലേ? ഈ പവർ ഇല്ലാത്തത് കാരണം വീണ്ടും ഇതൊരു യു ഷേപ്പ് വരുന്നുണ്ട്. സോറി. എന്നപ്പോൾ തിരിച്ച് വീണ്ടും ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലേക്ക് തന്നെ അല്ലേ, ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് കയറി തിരിച്ച് വീണ്ടും താഴെ പോയി, തിരിച്ച് വീണ്ടും ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴൊക്കെ ഈ ക്യാൻഡിൽ കണ്ടോ, മേളിൽ നിന്ന് താഴേക്ക് പ്രഷറുണ്ട്. അവസാനത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു ഇൻഡെസിഷൻ ആയിരുന്നു, കയറാൻ പറ്റുന്നില്ല. ലിറ്ററലി കയറാൻ പറ്റാണ്ട് ഇത് താഴേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് ഇവിടെയാണ്. അപ്പോൾ ആലോചിക്കേണ്ടത് ഇത് അതിനുശേഷം ഈ ലോ ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 960 ഓർ 940 ബിലോ പോവുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ 880 to 800 റീടെസ്റ്റ് ചെയ്തേക്കാം. ഇതാണ് എൻ്റെ പേഴ്സണൽ ട്രേഡിംഗ് ഐഡിയ ആണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുക. തിരിച്ച് മേളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 26,060 മേളിൽ വരുവാണെന്നുണ്ടെങ്കിൽ 100, 180, 240 റേഞ്ച് ആയിരിക്കും അതിൻ്റെ നെക്സ്റ്റ് മൊമെൻറ്റം. ഇതാണ് എൻ്റെ മനസ്സിൽ പേഴ്സണലി ഉള്ളത്. ഇതിനെ തന്നെ നിങ്ങൾ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ സെൻസെക്സിൽ കൺവേർട്ട് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് അതിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഏറ്റവും കൂടുതൽ നല്ല ട്രേഡ് തരുന്നത് ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസ് നോക്കിയാൽ നാച്ചുറൽ ഗ്യാസിനകത്ത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ സെക്കൻഡ് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോകാനുള്ള സമയം മാർക്കറ്റിന് കിട്ടിയില്ല എന്നുള്ളതാണ്. മാർക്കറ്റ് അവിടെ വന്നപ്പോഴേക്കും ഒന്ന് സപ്പോർട്ട് എടുത്തു, തിരിച്ച് വീണ്ടും അതിൻ്റെ താഴേക്ക് പോകാൻ ക്യാൻഡിൽ സെറ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബയ്യർ വന്ന് തിരിച്ച് മാർക്കറ്റിന്. അപ്പോൾ ഈ ഒരു ഏരിയ പുതിയൊരു ബൈയിങ് സോണായിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് അവിടെ കിടക്കട്ടെ.
ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ ട്രേഡിംഗ് സോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് കയറി വരുവാണ്, ഒരു 384 മേളിൽ വരുവാണെങ്കിൽ ഇതിന് അപ് ട്രെൻഡ് റേഞ്ചിൽ 388 അടുത്ത് 396 റേഞ്ചിലേക്ക് അടുത്തൊരു മൊമെന്റം കാണാൻ സാധ്യതയുണ്ട്. ഇല്ല ഇത് വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 368 ബിലോ അല്ലെങ്കിൽ 372 ബിലോ വന്നു കഴിഞ്ഞാൽ ഇതടുത്ത് ഇനി ഒരു 364 ടു 360 റേഞ്ചിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് താഴേക്ക് പോയാലും ഇതിന് ഒരു 360 നിന്ന് 352 ടു 348 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ബാക്കി മേളിലോട്ടുള്ള ലെവൽസ് കംപ്ലീറ്റ്ലി മാർക്ക്ഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ ആയിരിക്കും നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ നാച്ചുറൽ ഗ്യാസിൻ്റെ ട്രേഡിംഗ് ഏരിയ എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിലിലേക്ക് പോയാൽ ക്രൂഡ് ഓയിൽ ആക്ച്വലി ഇതിലല്ല ഞാൻ വേറെ നമ്മുടെ ഇതിലാണ് ഞാൻ ചാർട്ട് സാധാരണ ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രൂഡ് ഓയിലിൽ നോക്കിയാൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡിനുള്ളിൽ താഴേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡിൽ താഴേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, ഇതിന് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ 5264 മേളിലോ ഇല്ലെങ്കിൽ 44 മേളിൽ വന്നാൽ പോലും 44 മേളിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ട്രിഗർ ആവും. സേഫ് ആയിട്ടാണെങ്കിൽ 5264 മേളിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് മേളിലേക്ക് പോകാനുള്ള ഒരു മൊമെൻ്റം ഉണ്ട്. ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 88, 96, 88 അവിടെ ഉണ്ട്. അതിനുശേഷം 324 അതിൻ്റെ അടുത്ത ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക. താഴേക്കാണെങ്കിൽ ഇത് താഴേക്ക് വന്ന ഒരു 28ൻ്റെ 5224 28ൻ്റെ താഴെ വന്നു കഴിഞ്ഞാലോ 16ൻ്റെ താഴെ വന്നു കഴിഞ്ഞാലോ ഈ 16ൻ്റെ താഴെ പൊക്കഴിഞ്ഞാൽ ഇത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 5184, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഏരിയയിലാണ്. ഇത് കൃത്യമായിട്ട് ഞാൻ വരയ്ക്കുന്നില്ല, ഇത് ബൗൺസ് ചെയ്ത ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ 64 റേഞ്ചിലൊക്കെ ഇതിന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ ചാർട്ട് വരയ്ക്കുക, ഇതിനെ ജസ്റ്റ് പോസ് ചെയ്യുക, ഇതിനെ നിങ്ങളുടെയിലേക്ക് കോപ്പി ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. കംപ്ലീറ്റ്ലി ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇട്ടത്. ഈ ആഴ്ച കംപ്ലീറ്റ്ലി ഇത് നിങ്ങൾക്ക് വാലിഡ് ആവാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ ആഴ്ചത്തെ അനാലിസിസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എടുക്കുക എന്നുള്ളതാണ്. എവറി ലെവൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഗ്രൂപ്പിനകത്ത് ഞാൻ ഇതിൻ്റെ ബാക്കി ഷെയർ ചെയ്ത് ഇട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. സേഫായിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് കയറുമോ മാർക്കറ്റ് ഇറങ്ങുകയോ ചെയ്യുന്നതൊന്നും ചിന്തിക്കരുത്. മാർക്കറ്റ് നല്ലൊരു സൈഡ് വേസ് ഏരിയയിലാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നോക്കിയാൽ ഒരു 4-5 സ്റ്റോക്കുകൾ ഇവിടെ ഇൻഫോസിസ് കിടപ്പുണ്ട്, വേറെ HCL ടെക്, SBA പോലുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഒരുവിധം പ്രോഫിറ്റിൽ നിൽക്കുന്നത്. ബാക്കി സ്റ്റോക്കുകളൊന്നും വലിയ മൂവ്മെൻ്റ് ഇല്ല. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ ഈ ട്രേഡ് എടുക്കുന്ന എൻ്റെ പൊസിഷനിലാണെങ്കിലും കാര്യമായിട്ടുള്ള മുന്നേറ്റം മേളിലേക്കോ താഴേക്കോ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് അതിൻ്റെതായ ഒരു ലെവല് 26,100 ഓർ 26,240 മേളിലാണ് അടുത്തൊരു സെറ്റ് ഓഫ് മൂവ് വരും. അതുകൊണ്ടാണ് ഗ്രൂപ്പിനകത്ത് അധികം സ്വിംഗ് സജഷൻസ് സെറ്റ് ചെയ്യാത്തത്. വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിലൊരു ബയർ ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.